വെൽക്കം ജുപോർട്ട് മൈസെൽഫ് ഹംദ് ലിബാനൊക്കെ. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ്റെ സെക്കൻഡ് പാർട്ടിൽ പോവാണ്. സോ നമ്മൾ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തില്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ മൂന്നാമത്തെ ചോദ്യം ഇതാണ്, കൺസിഡർ ദ ഫോളോയിങ് ടേബിൾ. താഴെ പറയുന്ന ടേബിൾ എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യണം. സോ അവിടെ കുറേ ഡാറ്റകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്ന് കുറച്ച് സെല്ലിൻ്റെ കൗണ്ട് നമ്മൾ കാണണം. ഹൗ മെനി സെൽസ് കണ്ടെയ്ൻ നമ്പർ ഓൺലി. ഇതിലെ നമ്പർ മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ എത്ര എണ്ണം ഉണ്ട്. സോ ഇവിടെ നോക്കാം, ഇവിടെ ABCD അതാണ് എന്ത്, നമ്മുടെ കോളംസുകൾ 1 2 2 റോസ് ഉണ്ട്, പിന്നെ 2 4 6 8 10 കോളംസ് ഉണ്ട് അല്ലേ. സോ ഈ കോളത്തിൽ 390 651 സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെന്റ്, ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ്, കുറേ നമ്പറും കുറേ പേരുകളും ഒക്കെ ഉണ്ട്. അപ്പം ഇത് 155T കണ്ടോ, നമ്പറും ഉണ്ട്, അതുപോലെ തന്നെ വേർഡും ഉണ്ട്. സോ അതിൽ നമ്പർ മാത്രമുള്ള സെല്ലാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം എന്താ, കൗണ്ട് ദ നമ്പർ ഓഫ് സെൽ കണ്ടെയ്ൻസ് എനി വാല്യൂ. എന്തെങ്കിലും വാല്യൂ ഉള്ള സെല്ല്. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും വാല്യൂ ഉണ്ടായത്. ഇപ്പോൾ ടോട്ടൽ നോക്കാം, 1 2 20 സെല്ലുകളാണ് ടോട്ടൽ ഉള്ളത് അല്ലേ. 20 സെല്ലുണ്ട് ടോട്ടൽ. ആ 20 എണ്ണത്തിൽ എത്രത്തിൽ നമ്പർ ഉണ്ട്, എത്രത്തിൽ വാല്യൂ, എന്തെങ്കിലും വാല്യൂസ് ഉണ്ട്. സോ നമുക്ക് എണ്ണിയാൽ തന്നെ മനസ്സിലാക്കല്ലേ, ഇവിടെ 18 എണ്ണത്തിലാണ് എന്തെങ്കിലും വാല്യൂ ഉള്ളത്. പിന്നെ ഏതൊക്കെ സെല്ലിലാണ്, എത്ര സെല്ലിൽ 1000-ൽ കൂടുതൽ വാല്യൂ ഉണ്ട്, അല്ലെ 1000-ൽ കൂടുതൽ വാല്യൂ ഉള്ള എത്ര സെല്ലുണ്ട്. സോ നമുക്ക് നോക്കാം, ഇതിന് കൗണ്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ നോക്കുക. സോ അതിന് ഫസ്റ്റ് പ്രൊസീജിയർ ചെയ്താൽ എന്താണ്, ആദ്യം ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യനുള്ള ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഡാറ്റകൾ അവിടെ എൻ്റർ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇതിലേക്ക് കടക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ ഷീറ്റ്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്യുക, ഹൗ മെനി സെൽസ് കണ്ടെയ്ൻ നമ്പർ ഓൺലി, കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്ൻ എനി വാല്യൂ, കൗണ്ട് ദ നമ്പർ ഓഫ് സെൽ കണ്ടെയ്നിങ് ദ വാല്യൂ എക്സീഡിങ് 1000. അതെന്തിനാ വെച്ചാൽ നമുക്ക് ഓരോന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവിടെ ഓൾറെഡി ആൻസർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം. സോ ഫസ്റ്റ് എങ്ങനെ, കൗണ്ടിന് എന്താ ഈക്വൽ ടു കൗണ്ട് അല്ലേ, കൗണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഇത് ഫുള്ള് സെലക്ട് ചെയ്യുക. ഇതിൽ കൗണ്ടുമായി റിലേറ്റ് ചെയ്യുന്നത് കണ്ടോ, അതായത് 12 എണ്ണത്തിൽ എന്തുണ്ട്, കൗണ്ട് ഉണ്ട് അല്ലേ, അഥവാ എന്ത്, നമ്പർ മാത്രം ഉണ്ട്. അപ്പം നമ്പർ മാത്രമാണെങ്കിൽ ജസ്റ്റ് കൗണ്ട് എന്ന് മാത്രം കൊടുത്താൽ നോക്കാം. ജസ്റ്റ് നമുക്ക് എണ്ണി നോക്കാം, 1 2 3 4 5 6 7 8 9 10 11 12 കണ്ടോ, നമ്പർ മാത്രമുള്ളത് 12 കോളാ. ഇനി അടുത്ത ചോദ്യം എന്താടാ, അടുത്ത ചോദ്യം കണ്ടോ, അപ്പോൾ അതിനെന്താ ഈക്വൽ ടു A4 A4 അല്ല ഇവിടെ കൊടുത്ത്, നമ്മൾ ഇവിടെ G4-ലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലേ. G4-ലാണ് കൊടുത്തത് കണ്ടോ, ജി കണ്ടോ, G4-ലാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത് G5-ലാണ് കേട്ടോ. സോ രണ്ടാമത്തത്, ടു ഗെറ്റ് എ നമ്പർ ഓഫ് ദ സെൽ ദാറ്റ് കണ്ടെയ്ൻസ് എനി വാല്യൂ. എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ എന്താ മതി, കൗണ്ട് A കണ്ടോ, A5 അല്ലെ, G5 കൗണ്ട് A കണ്ടോ, ഈക്വൽ ടു COUNT കൗണ്ട് A. എന്നിട്ട് ബ്രാക്കറ്റിൽ ഇതൊക്കെ സെലക്ട് ചെയ്യാം. ഇങ്ങനെ A1 മുതൽ J2 വരെ കണ്ടോ, A1 മുതൽ J2 വരെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. കണ്ടോ 18 എണ്ണം. ഇവിടെ കണ്ടോ, ഇവിടെ ഈ 2 എണ്ണം കണ്ടോ, ഈ 2 സെല്ല് ഒഴികെ ബാക്കി എല്ലാത്തിലും എന്തെങ്കിലും വാല്യൂ ഉണ്ട്, എന്തെങ്കിലും ഒരു വാല്യൂ ഒന്നുണ്ടാകും. ബാക്കി ഈ 2 എണ്ണം അല്ലാത്ത എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ 18, 20 എണ്ണത്തിൽ 2 എണ്ണം ഒഴികെ അപ്പോൾ ബാക്കി 18. ഇനിയാണ് കണ്ടോ, ഇവിടെ കൗണ്ട് ഇഫ്. ഇവിടെ നമ്മൾ എന്താ ഇഫ് കൊടുക്കേണ്ടത് കണ്ടോ, കൗണ്ട് ഇഫ്. സോ അഥവാ 1000-ൽ കൂടുതൽ, അവിടെ 750 എന്നല്ല കൊടുത്തത്, പക്ഷേ ഇത് 750 അല്ല, 1000-ൽ കൂടുതലാണെങ്കിൽ കണ്ടോ, ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ 750 ആയി പോയതാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, 1000-ൽ കൂടുതൽ ഉണ്ടെങ്കിൽ കൗണ്ട് ഇഫ് A1 J2 കണ്ടോ ഈക്വൽ ടു കൗണ്ട് ഇഫ്. എന്താ, കൗണ്ട് ഇഫ് ഇവിടെ എന്താ, ഇഫ് കൊടുക്കണം. എന്ത്, ഈ A1 J2 കൗണ്ട് ഇഫ് A1 J2 എന്താണ് കൗണ്ട് ഇഫ്, ഗ്രേറ്റർ ദാൻ, കോമ ഇടുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻവേർട്ടഡ് കോമയിൽ. കാരണം ഇത് വെറും നമ്പർ അല്ല, ഇവിടെ ഉണ്ടോ, ഇവിടെ എന്തുണ്ട്, നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. എന്താ, ഗ്രേറ്റർ ദാൻ 1000. അപ്പോൾ നമ്മൾ ഇൻവേർട്ടഡ് കോമ, ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. കണ്ടോ, ഇവിടെ A ബാർ കൗണ്ട് ഇഫ് A to J, A മുതൽ J വരെയുള്ള റേഞ്ചിൽ എന്ത് ചെയ്യുക, ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ 1000-ൽ കൂടുതലാണെങ്കിൽ മാത്രം കൗണ്ട് ചെയ്യുക. കണ്ടോ 2 എണ്ണം. കാരണം ഇവിടെ 1000-ൽ കൂടുതലുള്ള എന്താ, ഒന്ന് ഇത് 1000-ൽ കൂടുതലുണ്ട്, പിന്നെ ഇത് 1000-ൽ കൂടുതലുണ്ട്, ബാക്കിയൊക്കെ 1000-ൽ കുറവാണ്. അപ്പം ഒരു പർട്ടിക്കുലർ വാല്യൂ കൗണ്ട് ചെയ്യാൻ, പർട്ടിക്കുലർ വാല്യൂ കൂടുതലുള്ള കോളംസിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യാൻ, അതുപോലെ മൊത്തം എത്ര നമ്പർ മാത്രമുള്ള കോളം കൗണ്ട് ചെയ്യാൻ, എന്തെങ്കിലും വാല്യൂ ഉള്ളത് കൗണ്ട് ചെയ്യാനാണ് നമ്മൾ കൗണ്ടിൻ്റെ ഇത് യൂസ് ചെയ്യുന്നത്. അത് കൗണ്ടിന് വേറെയും കുറേ ഐറ്റംസുകളുണ്ട്. നമ്മളിപ്പം ആകെ കൗണ്ടും കൗണ്ട് ഇഫും കൗണ്ട് ചെയ്യും മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. സെറ്റ് അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഇതൊക്കെ. 6 മാർക്കാണ് സാധാരണ ഇത് ചോദിക്കാറുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താ, The following are scores obtained by some students in competitive examination. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ കുറച്ച് കുട്ടികളല്ലേ, അരുൺ, ബിബിൻ, സിനി, ഡെന്നി, എബിൻ, ഫെബിൻ, ജിയോ, ഇവർ നേടിയിട്ടുള്ള ചോദ്യങ്ങളല്ല, ഇവർ നേടിയിട്ടുള്ള മാർക്കുകളാണ് കേട്ടോ.
ഫൈൻഡ് ദ ഹയസ്റ്റ് ലോവസ്റ്റ് ആവറേജ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫംഗ്ഷൻ അല്ലേ. സ്പ്രെഡ്ഷീറ്റിൽ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഹയസ്റ്റ് ഏതാ ലോവസ്റ്റ് ഏതാ ഏവറേജ് ഏതാ കാണണം. സിമ്പിളാണ്, നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൽ 2 ചോദ്യം ഉണ്ട് കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് ആദ്യം ചെയ്യാം. ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എൻ്റർ ദ ഡീറ്റെയിൽസ്. ഈ താഴെ പറയുന്ന ഡീറ്റെയിൽ ഒക്കെ എന്ത് ചെയ്യുക, ഈ ഡീറ്റെയിൽ കണ്ടോ, ഈ നെയിം അരുൺ ഇതൊക്കെ എന്ത് ചെയ്യുക നമ്മളിവിടെ ആഡ് ചെയ്യാം. കണ്ടോ, നെയിം അരുൺ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ആഡ് ചെയ്തു. ഇത് ജസ്റ്റ് ഇവിടെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് മാക്സിമം മിനിമം ആവറേജ് 3 കാണേണ്ടത്. സോ ജസ്റ്റ് ഞാൻ ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചതുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ചെയ്ത് വെച്ചതാണ്. കാരണം ഇതൊക്കെ ഓൾറെഡി ചെയ്തതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരിക. കാരണം ഇതിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ. ചിലപ്പം ഇതിൽ ചില മിസ്റ്റേക്കൊക്കെ കാണും. അപ്പം അയ്യോ കഴിഞ്ഞു. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, പ്രൊസീജിയറിൽ ആദ്യം ലിബർ ഓഫീസ് കാൽക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഡാറ്റകളൊക്കെ എൻ്റർ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് എന്താ നമ്മൾ ഹയസ്റ്റ് സ്കോർ അല്ലേ, അതാണ് മാക്സിമം അല്ലേ. അപ്പം ഹയസ്റ്റ് സ്കോർ കാണാൻ എന്താ ഈക്വൽ ടു എന്താ അതിൻ്റെ മാക്സ് ഈക്വൽ ടു മാക്സ്. എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൽ കണ്ടോ ഇതിലുള്ള ഈ കോളത്തുകളിലെ മാക്സിമം നമ്പർ വാല്യൂ ഏതാണെന്നുള്ളത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കൊടുക്കുക 515. കണ്ടോ, കണ്ടാൽ തന്നെ മനസ്സിലാക്കാം 515 ഇതിലെ മാക്സിമം വാല്യൂ. അപ്പോൾ എന്താ സിമ്പിളാണ്. എന്താണ് ഈക്വൽ ടു മാക്സ് ബ്രാക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ B1 to B2 to H2 സെലക്ട് ചെയ്യുക. ഇനി അടുത്തെന്താ ഈക്വൽ ടു മാക്സ് ആണോ, ഈക്വൽ ടു മിനിമം ബ്രാക്കറ്റ് എന്നിട്ട് എന്താ സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനി അല്ലെങ്കിൽ അതേപോലെ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. അഥവാ B2 to H2 ആണ് ടൈപ്പ് ചെയ്താൽ മതി. ആണോ 150 ഇതിൽ ഏറ്റവും ചെറുത്. ഇതും സിമ്പിളാണ്, ഇതിലൊന്നും പ്രത്യേകിച്ചില്ല. കാരണം ഈ ഒരു ഫംഗ്ഷനുകൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കുറേ ഫംഗ്ഷനുകളുണ്ട്, ഫംഗ്ഷൻ സമ്മിൻ്റെത്, കൗണ്ടിൻ്റെത്, അതുപോലെ തന്നെ മിനിമം മാക്സിമം ആവറേജ്, ഇതൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കണം, എന്നാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തെന്താ ആവറേജ് അല്ലേ, ഈക്വൽ ടു ആവറേജിൻ്റെ AVG അല്ല ആവറേജ് തന്നെ കേട്ടോ. ഞാൻ AVG എഴുതിയിട്ടുള്ളൂ കേട്ടോ. ആവറേജ് എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക. അപ്പോൾ ഇതിൻ്റെ ആവറേജ് കാണാൻ ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ടല്ലേ. എന്താ ഐഡിയ പറഞ്ഞത്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഇതിനൊക്കെ എന്ത് ചെയ്യുക, ടോട്ടൽ സെലക്ട് ചെയ്യുക. അപ്പോൾ എന്ത് കാണും, ഇവിടെ താഴെ കണ്ടോ ആവറേജ് 308, സമ്മ് 2116, ആവറേജ് 308 കണ്ടോ. ഇവിടെ ആവറേജ് 308 അല്ല കിട്ടിയത്. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇത് ഈ ജസ്റ്റ് ഈ ഫോർമുലകൾ ഫംഗ്ഷനുകൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇനി അടുത്ത എന്താ, ഫ്രം ദ ഡാറ്റ ഗിവൺ ബിലോ, താഴെ തന്ന ഡാറ്റയിൽ ഫിൽ ദ അഡ്രസ് ഇൻ F2 യൂസിങ് കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ പറയപ്പെട്ട താഴെ അഡ്രസ് ഉണ്ടോ. ഒരാളെ നമുക്കൊരു ഒരു ഡാറ്റ തന്നിട്ട് അതിൽ നെയിം, ഹൗസ് നെയിം, പ്ലേസ്, പോസ്റ്റ്, പിന്നെ അതൊക്കെ വെവ്വേറെ കോളത്തിലാണ് ഉണ്ടാവുക. അതിനൊക്കെ ഒരുമിച്ച് ഒരൊറ്റ കോളത്തിലേക്ക് ആക്കണം. അതിനൊക്കെ എന്ത് ചെയ്യണം, ഒരുമിച്ച് ഒരു കോളത്തിലേക്ക് ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സിമ്പിളാണ്. അതിനെന്താ ചെയ്യേണ്ടത്, ഈക്വൽ ടു കൊടുത്തിട്ട് എന്താ കോൺസാറ്റിനേറ്റ് എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റിൽ ഈ ഒരു ഐറ്റംസുകൾ ഓരോരോ എന്ത് ചെയ്യുക, ഓരോരോ സെൽ വാല്യൂകൾ ചെയ്താൽ നമുക്ക് നോക്കാം. ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, നോക്കാം. ഈക്വൽ ടു എന്താണ് കോൺകാറ്റിനേറ്റ്, എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് കൊടുക്കുക. ഓരോന്ന് സെലക്ട് ചെയ്യുക, കോമ, ഇവിടെ കോമ, ഇവിടെ അയ്യോ എന്നിട്ടൊരു കോമ അല്ലേ, ഇവിടെ കോമ, അയ്യോ D9 കഴിഞ്ഞ് E9 സെലക്റ്റഡ് ആയില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. കണ്ടോ, എല്ലാം ഒരുമിച്ച് വരും. ഇനി അതിനിടെ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാനിവിടെ കണ്ടോ, നമ്മൾ ഇതിൽ സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അഥവാ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിനിടയിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് സ്പേസ് ഇടുക, കോമ ഇട്ടിട്ട് ഇൻവേർട്ടർ കോമ ഇടുക. അയ്യോ ഇൻവേർട്ടർ കോമ സ്പേസ് ഇൻവേർട്ടർ കോമ, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. വീണ്ടും ഇനി ഇവിടെ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കോമ ഇടുക, ഇൻവേർട്ടർ കോമ സ്പേസ് ഇൻവേർട്ടർ കോമ. അഥവാ ഇതിൻ്റെ ഇടയിലാണ് സ്പേസ് വേണ്ടത്, അവിടെ എന്ത് ചെയ്യുക, കോമ ഇടുക, എന്നിട്ട് ഇൻവേർട്ടർ കോമ, അതിൻ്റെ സ്പേസ് ഇടുക, ഇവിടെ കോമ ഇടുക, ഇൻവേർട്ടർ കോമ സ്പേസ്. കണ്ടോ, അയ്യോ ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയല്ലോ. എന്താണ് പറ്റിപ്പോയത്, A9 കോമ ഇൻവേർട്ടഡ് കോമക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ, കറക്റ്റ് ആണല്ലോ. ഇൻവേർട്ടർ കോമ ഇട്ടിട്ടുണ്ട്, ദെൻ കോമ ഇൻവേർട്ടർ കോമ ദെൻ കോമ ഇൻവേർട്ടർ കോമ. ഇവിടെ കോമ ഇട്ടിട്ടില്ല, അത് തന്നെ. പിന്നെന്താ, കണ്ടോ അപ്പോൾ സ്പേസ് കൂടിയില്ലേ, നേരത്തെ സ്പേസ് കുറവായത്, ഇപ്പോൾ സ്പേസ് കൂടി. നിങ്ങൾക്ക് സ്പേസ് കൂടുന്നുണ്ടെങ്കിൽ അവിടെ കോമ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ കോമ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സെറ്റല്ലേ. സോ ഓരോരോ സംഭവങ്ങൾ, അതായത് പ്രൊസീജിയറാണ് ഇതിൻ്റെ പ്രധാനം. പ്രൊസീജിയർ ചെയ്ത് കറക്റ്റായ പ്രൊസീജിയർ നോക്കിയിട്ട് ഔട്ട്പുട്ട് ചെയ്താൽ മതി. പക്ഷേ പ്രൊസീജിയറിൽ ഒരൊറ്റ കോമ എവിടെ ഉണ്ടാവും, ഒരു സ്പേസ് ഒരു കോമയെ മാറിപ്പോയാൽ ഫുള്ള് തകിടം മറിയാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം.
ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയേണ്ടില്ലേ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്താലേ ഇത് കറക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ പറയപ്പെട്ട വിഷയങ്ങൾ വരും. സെറ്റല്ലേ? കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. അധികം മെനക്കെടാനൊന്നുമില്ല. ഇത് പഠിക്കണം, ഇത് അറിയണം, പഠിക്കണം. പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ തെറ്റുകൾ കുറയും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നല്ലോണം തെറ്റുകയും ചെയ്യും. സെറ്റല്ലേ? അപ്പോൾ മക്കളെ, ഓൾ ദ ബെസ്റ്റ്.